5 മണിക്ക് പഠിക്കണം തരുന്ന 5 മണിക്ക് കോള് വരും. അല്ല പറ്റില്ല, നമുക്ക് 10 മണിക്ക് എനിക്കാണെന്ന് പറഞ്ഞാൽ 10 മണിക്ക് കോള് വരും. 6 മന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അയ്യോ മാഡം കയ്യിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരാളാണ് ഞാൻ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഇതാക്കിയത്. അവരുടെ ഹെൽപ്പിൽ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമായിരുന്നു എന്ന്. ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് CSER UGC നെറ്റ് ലൈഫ് സയൻസ് 78 റാങ്കോട് കൂടിയിട്ട് JRF ക്ലിയർ ചെയ്തിട്ടുള്ള അനാമികയാണ്. മീറ്റ് അനാമിക. നമസ്കാരം, ഞാൻ അനാമിക KS. ഞാൻ UG PG ഒക്കെ ചെയ്തത് സുവോളജിയിലാണ്. UG ചെയ്തത് നാട്ടിൽ ക്രൈസ്റ്റ് ഇരിങ്ങാലക്കുടയിലാണ്. മാസ്റ്റേഴ്സ് ചെയ്ത് ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ കോച്ചിങ് എടുത്തു. അതിന് ശേഷം ഇപ്പോൾ PhD സ്കോളറായിട്ട് IIT ധർവാദിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അനാമിക നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സെപ്റ്റംബർ 2024 സെപ്റ്റംബർ ഒക്കെ ആ ഒരു സമയത്താണ് ആൾ ജോയിൻ ചെയ്തത്. ഈ ഒരു ജൂൺ 25 സൈക്കിളിലാണ് JRF ക്ലിയർ ചെയ്തത്. അത്യാവശ്യം നല്ല ഒരു റാങ്കോട് കൂടി തന്നെയാണ് അനാമിക ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 1 ഇയറോളം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള സ്റ്റുഡൻ്റാണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നോർമലി നമ്മളൊരു 6 മന്ത് കോഴ്സിലേക്ക് വരുന്നതിനേക്കാളും ഒരു 1 ഇയർ നമ്മൾ ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തി ഒരു കോച്ചിങ്ങിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 മന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എക്സാം വരും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. അത് എക്സാക്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഒന്ന് പിന്നെ ആദ്യത്തെ 6 മന്തിൽ നമുക്ക് ബേസിക്സ് എന്തൊക്കെയാണ് ക്ലിയർ അല്ലാത്തത് അത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് എന്തൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെ മിസ്സായി, പിന്നെ മൊത്തത്തിലൊരു ക്ലിയർ ഐഡിയ കിട്ടി. പിന്നത്തെ ഒരു 6 മന്ത് പ്യുവറായിട്ട് PYQസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും അപ്പോൾ ആ രീതിയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. അതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 1 ഇയർ കംപ്ലീറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് 6 മന്ത്സ് കംപ്ലീറ്റ് ടോപ്പിക്സ് ക്ലിയർ ചെയ്തു. പിന്നത്തെ 6 മന്ത്സ് PYQസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് പോയി. കൂടുതൽ ഇമ്പോർട്ടൻസ് അതിലേക്ക് കൊടുത്തു. അത് തന്നെയാണ് വേണ്ടതും. PYQ പ്രാക്ടീസിങ് ഉണ്ടാകുമ്പോഴാണ് ഈവൻ വെറുതെ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യൂല, CSER ക്വാളിഫൈഡ് ആവാൻ പറ്റാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്കും അതെ മീൻസ് ഇന്റഗ്രേറ്റഡ് ബാച്ചിലർ സ്റ്റുഡൻസിന്റെ ഒക്കെ കേസിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഐഫറിന്റെ ഒരു മോട്ടോ ഉണ്ട് അല്ലേ, ബിയോണ്ട് പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1 ഇയർ നമ്മുടെ കൂടെ നിന്നപ്പോൾ അത് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും പല ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് പലർക്കും വേണ്ടത് പല ആംഗിളിലായിരിക്കും, പല ലെവലിലായിരിക്കും. ഇപ്പോൾ മാഡം നമ്മുടെ കൂടെ ഉള്ള സമയത്ത് നമുക്ക് 1-to-1 മെൻറ്ററിങ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എക്സാക്ട് നമ്മുടെ പോയിന്റ് ഏതാണോ, ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏത് സബ്ജക്റ്റിൽ ഏത് ലെവലിൽ, അവിടെ നിന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ മൊത്തം ഒരു കംപ്ലീറ്റ് ഒരു വേ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇന്ന സബ്ജക്റ്റിൽ ഇന്നതാണ്, ഇന്നതിൽ എനിക്ക് ഇന്നത് വേണം, അപ്പോൾ ഇന്നതിന് വേണം എങ്ങനെയൊക്കെ വേണം, അതിന് എത്രയൊക്കെ ടൈം അതിൽ സ്പെൻഡ് ചെയ്യണം, അതിന് ഏതൊക്കെ ചില സബ്ജക്റ്റിൽ ഇൻഡെപ്ത് ആയിട്ട് ചിലപ്പോൾ വായിക്കേണ്ടതുണ്ടാവും, കാരണം ബേസ് അത്ര ചിലപ്പോൾ ക്ലിയർ അല്ലാത്തത് കൊണ്ട്. പക്ഷെ ചിലതിൽ അത് വേണ്ട, ചിലതിൽ ജസ്റ്റ് PYQൽ ഡയറക്റ്റ് കയറാൻ പറ്റും, ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഏതിലേക്ക് എങ്ങനെ വേണം, എവിടെ എന്ത് വേണം, ഇപ്പോൾ എവിടെ എങ്ങനെ ഫുള്ള് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടിയും ക്ലിയർ ചെയ്യാനും. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇതാക്കുന്ന സമയത്ത് ജസ്റ്റ് എക്സാമെന്നേ അറിയുള്ളൂ, അതിൻ്റെ കൺസെപ്റ്റ്സ് കംപ്ലീറ്റ് എത്ര ഇതിലേക്ക് വേണം, എത്ര അളവിൽ വേണം, അതൊക്കെ നമുക്ക് എങ്ങനെ വേണം. അപ്പോൾ 13 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതിനൊക്കെ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനെങ്ങനെ ടൈം മാനേജ് ചെയ്യണം. 6 മന്തേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ഇയറേ നമുക്ക് അതിൽ കൂടുതൽ വെറുതെ ഇരുന്ന് ടൈം പോവുകയാണല്ലോ. അപ്പം അതിന് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് വരണം, ആ രീതിയിലേക്ക് അത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ട് തരുവാണ്. നമുക്ക് ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ എടുത്താൽ മാത്രം മതി, അത്രയ്ക്ക് നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് തരുവാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നോട്ട്സ് അല്ലാണ്ട് റിവിഷൻ നോട്ട്സ് ആണെങ്കിലും ഇപ്പോൾ മടിയുള്ള സമയത്ത് പൊക്കാനാണെങ്കിലും അങ്ങനെ എല്ലാ രീതിക്കും ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടോ മാക്സിമം 100% ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട് അല്ലേ, എക്സാക്ട്ലി പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം CSERന്റെ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കഷൻ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അതാണ് ബേസിക്കലി ഇത് കഴിഞ്ഞ സെക്കൻഡ് ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. നമുക്ക് അവിടെ കോമ്പറ്റീഷൻസ് ഇല്ല, അവിടെ ഒന്നുമില്ല. അവിടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്, ആ രീതിയിലാണ് അവരിതാക്കുന്നത്. അപ്പോൾ ഭയങ്കര
വെറുതെ ഒരു സ്റ്റഡിങ് കമ്പാനിയൻ അല്ലാതെ അവരിപ്പോ ഒരു പാർട്ട് ഓഫ് ദ ലൈഫ്, അത്രയും നമ്മുടെ ക്ലോസ് ആയി പോയി. വളരെ ഏജ് ഡിഫറൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടെ വരുവാണെങ്കിലും ഒരു കോള് പോയി കഴിഞ്ഞാൽ അപ്പൊ വരും ആള്. അപ്പൊ അത്രയും അടുപ്പത്തിലേക്ക് നമുക്ക് വന്നു. അതെല്ലാ കാര്യത്തിനാണെങ്കിലും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ക്വാളിഫൈ ചെയ്തപ്പോഴും നമ്മളൊരു കോള് പോണത് അങ്ങട്ടാ, എടാ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോ നമ്മളെക്കാട്ടും കൂടുതൽ സന്തോഷിക്കണത് അവരാ. ചിലപ്പോ ഇത് നോക്കണത് നിനക്ക് എത്ര മാർക്ക് കിട്ടി അങ്ങനെ കൂട്ടി നോക്കുന്നത് അത് ഒരു ലെവലേശം വേറെ ഒരു ഇതില്ലാതെ പ്യുവറായിട്ട് നമുക്ക് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഇപ്പൊ ഏത് ടൈമിൽ ഇപ്പോൾ 5 മണിക്ക് പഠിക്കണം തരുന്ന 5 മണിക്ക് കോള് വരും. പറ്റില്ല നമുക്ക് 10 മണിക്ക് എനിക്കാണെന്ന് പറഞ്ഞാൽ 10 മണിക്ക് കോള് വരും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ ഇതാക്കിയത്. അവരുടെ ഹെൽപ്ഫുൾ ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമായിരുന്നു എന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കംപ്ലീറ്റ് 6 മന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ PYQ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് അവരെന്നെയാണ് തോന്നുന്നു നമ്മൾ ഫോക്കസ് ചെയ്ത യൂണിറ്റിന്റെ എല്ലാ PYQs നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 17 ഇയേഴ്സ് വരെ വരുന്നല്ലേ. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിരുന്നില്ല ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എങ്ങനെ PYQലേക്ക് എത്തണം, PYQല് ഏതിനെ എങ്ങനെ, അതായത് ചില PYQs നമുക്ക് റിപ്പീറ്റഡ് ചെയ്യണം. അത് എപ്പോൾ ടൈം കൊടുക്കണം, അതിന് നമുക്ക് ഒരു എക്സാക്ട് ഒരു ടൈം ടേബിൾ പോലെ അതൊക്കെ മാഡം തരുന്നു, അവരുടെ കൂടെ ചെയ്യുന്നു, റിസൾട്ട് കിട്ടുന്നു. അപ്പൊ നമ്മള് ഏകദേശം എനിക്ക് തോന്നുന്നു 2011 മുതല് നിങ്ങളുടെ തൊട്ട് മുന്നേ December 24 വരെയുള്ള PYQs നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQ എക്സാംസ് ആണെങ്കിലും നമ്മൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഹാൻഡ്ഫുൾ ആയിരുന്നു. നമുക്ക് എക്സാക്ട് ടൈമിംഗ്, നിന്റെ ടൈമിങ്ങിൽ എവിടെ എത്തുന്നു, എത്ര ഓക്കെ ഇന്ന ഇതിൽ ഇതാക്കുന്നു. പിന്നെ ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിൽ ഏത് പോയിന്റിൽ, ഇപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിൽ ക്വസ്റ്റ്യൻസ് വായിച്ചതാക്കുന്ന ആളാണ്. പക്ഷെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഇടയിലുള്ള പോയിന്റ്സ് പിക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയതുകൊണ്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. എവിടെ നമ്മൾ എങ്ങനെ പിക്ക് ചെയ്യണം, ഇതിൽ ഇങ്ങനെ എക്സാക്ട് ടൈമിംഗ്, ഓക്കെ 3 മണിക്കൂറിൽ നമ്മൾ ഇതാക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടി കറക്റ്റ് ആയി. മറ്റേ നമ്മൾ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്നാൽ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു, നോക്കി ഇത് ആലോചിച്ച് അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഇത് മാനേജ്മെന്റും കൂടെ കുറച്ചും കൂടി നന്നായി. അപ്പൊ അത് എഫക്റ്റീവായിട്ട് PYQ ചെയ്തിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഐഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പുതിയൊരു കൺസെപ്റ്റാണ് ഇമോടെക് സിസ്റ്റം. ഇമോഷണലി ആൻഡ് ഓൾസോ ടെക്നിക്കലി നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു 100% ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇമോഷണലി ആയിട്ടുള്ള നമ്മുടെ ബാക്കപ്പിൽ വരുന്നതാണ് ഒന്ന് മെന്റർ, അതേപോലെ സൺഡേ നൈറ്റ് മെന്റർ, പിന്നെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്? അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫസ്റ്റ് 6 മന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അയ്യോ മാഡം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇല്ല നമ്മളിങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് പാതിരാത്രി വിളിച്ചാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ സങ്കടം എന്ന് വെച്ചാൽ ഈ പാതിരാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ. പക്ഷെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വന്നില്ലല്ലോ കോൾ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എക്സാംസിൻ്റെ ടൈമിലാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ട്രെസ് വന്നു അല്ലെങ്കിൽ ഒന്ന് സ്റ്റക്കായി എന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ ഹാപ്പിനെസ് ഓഫീസർ ആണെങ്കിലും അവരെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഓക്കെ ആണോ, എന്താ ഇതാക്കണ്ടേ, ഇപ്പോൾ ഇതാണെങ്കിലും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയാണോ. അങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ഭക്ഷണം കളഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചു കളഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വരും. പിന്നെ ഇരുന്നിരിക്കുമ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിട്ട്. അങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് പഠിക്കണേക്കാട്ടും അങ്ങനെ ഇങ്ങനെ പോയി വന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് തോന്നി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പോയി വരുമ്പോൾ കൺസെപ്റ്റ്സ് ചിലതൊക്കെ മറക്കും. അപ്പം അത് റിഫ്രഷ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്തിട്ട് കയ്യിൽ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പക്ഷെ അതിനെല്ലാത്തിനും ഒരു ഇമോഷണൽ, കാരണം സ്ഥിരമായിട്ട് വിളിച്ചിട്ട് ഇന്ന് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ നിൽക്കില്ല. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളതും. പക്ഷെ അങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യാൻ എന്നിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യാം, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ലോ എന്ന്. അങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾക്ക് ഏത് പോയിന്റിൽ വന്നു മാഡം ഇങ്ങനെ സ്റ്റക്കായി എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്തിക്കാനുള്ളതും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്കൊരു ഫീ എമൗണ്ട് തന്നിട്ടാണല്ലോ അനാമിക. അപ്പം അത് എത്രത്തോളം വേർത്തിയാണെന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക്?
അതായത് എത്രത്തോളം നമ്മളിപ്പോൾ ഒരു കോഴ്സിൽ ചേർന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത എല്ലാം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് വേർത്തിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊരു 1 year കോഴ്സാണ്. ഇതിൽ CSIRൻ്റെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒതൻറ്റിക് ടെക്സ്റ്റ് വെച്ച് തുടങ്ങണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും പിന്നെ നമ്മൾ ഫുൾ ടൈം മെൻ്ററി നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും ആണെങ്കിലും അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് പറഞ്ഞു തരാൻ, ഇപ്പോൾ നമുക്ക് ഡൗട്ട് വെക്കുകയാണെങ്കിൽ ഒതൻറ്റിക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ട് ഇന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നു, അപ്പോൾ ഇന്നത് വരുമ്പോൾ ഇങ്ങനെ വേണം, അങ്ങനെ നമുക്ക് 1 to 1 ഇരുന്ന് പറഞ്ഞു തരാൻ ഒരാളെന്ന് പറയുമ്പോൾ എമൗണ്ട് അവിടെ നോക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല വേണം. കാരണം ഇത് കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്നത് എത്രയോ വലിയൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഇപ്പോൾ അനാമിക 2 രീതിയിൽ പരീക്ഷ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ മീൻസ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ 1 time എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു അവസ്ഥ, മൊത്തം എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പറേഷൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് രണ്ടും ഒറ്റയ്ക്ക് എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ളതും. അത് പ്രിപ്പറേഷൻ ചെയ്ത സമയത്ത് ഒന്നും പ്രിപ്പയർ ചെയ്യാണ്ട് ജസ്റ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കയ്യിലുണ്ട് എന്നത് വെച്ചിട്ട് ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത എക്സാമാണ്. എനിക്ക് അതിൻ്റെ ആണെങ്കിലും ഇപ്പോൾ 6 months കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പക്ഷേ അത് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 6 months കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഈ കൺസെപ്റ്റ്സ് പഠിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തപ്പോഴും ഫസ്റ്റിൽ നിന്നും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇൻക്രീസും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 6 months കഴിഞ്ഞപ്പോൾ തന്നെ അറൗണ്ട് 92ന്റെ അടുത്ത് കറക്റ്റ് നമ്മുടെ ട്രാക്ക് ഇവിടെ എനിക്കല്ല ഓർമ്മയുണ്ട്. കാരണം അനാമികയ്ക്ക് ഭയങ്കര ഡെസ്പായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 66% സ്കോർ എങ്ങാണ്ടാണ് ഫസ്റ്റ് ടൈം ഉണ്ടായെന്ന് തോന്നുന്നു. മെന്ററിങ് കോളിൽ ഒക്കെ ഓർമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 92% എത്തി. പിന്നെ പ്രാവശ്യം അടിപൊളി 99%ലേക്കാണ്. അടിപൊളി 101 0.5 മാർക്കിലേക്ക്. എന്നുവെച്ചാൽ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. CSIR എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലേ? നമ്മൾ മെൻറ്റർ ഏതോ ജില്ലയിൽ ഇരിക്കുന്നു, സ്റ്റുഡൻറ്റ് വേറൊരു ജില്ലയിൽ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു മെൻറ്റർ ബോണ്ട് കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ വളരെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആക്ച്വലി. നമ്മൾ ഫാക്കൽറ്റീസ് എവിടെ ഇരിക്കുന്നു, മെൻറ്റർ ഒരു ഭാഗത്തിരിക്കുന്നു, കുട്ടി ഒരു ഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ടാവേണ്ടതാണെന്നാണ് പൊതുവേ പറയുന്നത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൺസിസ്റ്റൻ്റ് ആവാനും അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയും വർക്കൗട്ട് ആവാനുള്ള പാട് കേൾക്കാറുണ്ട് പലരുടെ. അപ്പോൾ അങ്ങനെ ഒരു പാട് ഇവിടെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ മാഡത്തിന് ആദ്യമായിട്ട് കണ്ടത് ഇപ്പോഴാണ്. ഇപ്പൊ ഈ ഫ്രണ്ട്സിനെ കാണുന്നതാണെങ്കിലും ഞാനിപ്പോ നമ്മള് 3 പേരായിട്ട് ഒരുമിച്ച് എപ്പോഴും ഇരിക്കാറ്. അതിലൊരാളെ ഞാൻ കണ്ടു, മറ്റാൾ ഇതുവരെ കണ്ടിട്ടില്ല. സാഫ്രേനെ ഇതുവരെ കണ്ടിട്ടില്ല, ഹിബേനെ കണ്ടിരുന്നു. പക്ഷെ ഇന്നലെ കൂടി അവരെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എടാ ഞാനിങ്ങനെ പോകണ്ടിട്ടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെയോ നീ പോവാണോ എന്ന് ചോദിച്ചിട്ട് അത്രയും അടുപ്പമാണ്. പക്ഷേ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വന്നേനല്ലോ കാണാനായിട്ട്. അപ്പോൾ മെന്റലി ഭയങ്കര കണക്റ്റഡ് ആയി. കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 24/7 ഇവരോട് തന്നെയല്ലേ സംസാരിക്കുന്നേ. അപ്പോൾ ഇപ്പോൾ മാഡം ആണെങ്കിലും അതുപോലെ ഇപ്പം വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചത് രമ്ന മാമിനെയും കൂടിയാണ്. അപ്പം മാമിനെ കണ്ടില്ല. അപ്പോൾ എന്താ കണ്ണിന് നേരെ കാണുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടൊക്കെ എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. ഭയങ്കരമായിട്ട് പലരായിട്ടും ആ ഒരു ബോണ്ട് എപ്പോഴും ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എത്തും, അങ്ങനത്തെ ഒരു വിശ്വാസവും ഉണ്ട്. അപ്പോൾ കൺസിസ്റ്റന്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആവാതിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എപ്പോഴും ഒരു പുഷുണ്ട്. മാഡം തന്നെ വക ആ ഒരു ഇതുണ്ടാവും. അത് പോരാത്തതിന് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരാൾ പഠിക്കാൻ എന്തെങ്കിലും ലേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്കാർ എടാ വാ അത് ചെയ്യാം, അത് വാ പോരും ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് കൺസിസ്റ്റന്റ് ആവാതിരിക്കാനുള്ളൊരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു വേ തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. യെസ്. അപ്പോൾ നമ്മള് ഇപ്പോ മെയിൻ എക്സാം എഴുതാൻ പോണതിന്റെ മുന്നേ അല്ലേ, നമ്മുടെ CSIR എക്സാം പോണതിന്റെ മുന്നേ ഒരു 6-7 മാസം കൊണ്ട് ഒരു 30 മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യും. ഒരു എന്താ പറയാ, ഒരു 6 months ഡെയിലി ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡെയിലി ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെയാണ് PYQs ചെയ്യുന്നത്.
അപ്പോൾ അത് കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വായിക്കേണ്ട ഒതന്റിക് ടെക്സ്റ്റ്, എക്സാക്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് ടെലഗ്രാമിലായിട്ടായിരുന്നു സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ആ എക്സാക്ട് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനാമികയുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ഒരു ക്വാളിറ്റി അതിൽ മീൻസ് ഈ ബുക്കിന്റെ അല്ല, അതായത് ഒതന്റിക് ടെക്സ്റ്റ് അല്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെഷൻസ്, ലൈവ് സെഷൻസ് ആണെങ്കിലും റെക്കോർഡിങ്സ് ആണെങ്കിലും ആൻഡ് ഓൾസോ ടെസ്റ്റുകളാണെങ്കിലും നമുക്ക് ARF എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ, ശരിക്കുള്ള എക്സാമിന്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയായിട്ട് നമ്മൾ നടത്തി. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി, ഓവറോൾ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം? ഒതന്റിക് ടെക്സ്റ്റിനെ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ആ ടെക്സ്റ്റിന്റെ നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ഇരുന്ന് വായിക്കാൻ നിന്നാൽ എത്തത്തില്ല, എവിടെ എത്തത്തില്ല. അപ്പോൾ അതിന്റെ റിവിഷൻ നോട്ട്സ് തന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റിൻ്റെ റിവിഷൻ നോട്ട് വായിക്കും, ഞങ്ങൾ എന്നിട്ട് പരസ്പരം പറയും. അപ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ, അതായത് ആ പഠിച്ചിട്ട് അന്ന് വൈകുന്നേരം ആയിരിക്കും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ അത് ചെക്കിംഗ് ആയിരുന്നു ഈ എവറിഡേ ടെസ്റ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീക്കിൽ എന്തെങ്കിലും ഉഴപ്പിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് അവിടെ കുറയും. അപ്പോൾ കോളും വരും, എവിടെ എവിടെ പോയി ഇതായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അല്ല, കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രീതിയിലേക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വരും. പിന്നെ ക്ലാസ്സുകളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീരെ പോലെ കുറച്ച് കോൺഫിഡൻസും കൂടി തരുമ്പോൾ നമുക്ക് അത് എല്ലാ ഫാക്കൽറ്റീസും അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെന്ന് എടുത്തു പറയാനില്ല, എല്ലാ ആൾക്കാരും അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ARF എക്സാമിന് വരുന്നത്. അത് പ്രോപ്പർ മറ്റേ എക്സാമിൻ്റെ പോലെ ABC 3 പാട്ടും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോഴാണ് എ പാട്ടിന്റെ എ പാട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അത് ഇങ്ങനെ മാർക്ക് പോവും. കാരണം അപ്പൊ തന്നെ റിസൾട്ട് കിട്ടുവാണല്ലോ. അപ്പൊ എ പാട്ടിന് ഇവിടെ ഇന്നതെ പോലെ വരും ഇതൊക്കെ പറയുമ്പോ അപ്പൊ ഹിബ അതിൽ കുറച്ചും കൂടി ഇതാക്കിയതുകൊണ്ട് അവളായിരുന്നു ഞങ്ങളെ കുറച്ച് ദിവസം ഇരുന്ന് അത് പഠിപ്പിക്കും. എ പാട്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കുക, ഇവിടെ ഇന്നത് പോലെ ഇതാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എക്സാംസിന്റെ ഇത് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്റ്റ് അവിടെ എക്സാംസ് വെച്ചിട്ട് ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്ലിയും മെഗാ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടിയും ലോജിക്കൽ, അതായത് അതായത് JRF എക്സാമിൻ്റെ അതുപോലെ വരും. അപ്പം അതുവരെയുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനും മറ്റേത് നമ്മുടെ ഇത് ഇതാക്കാനുള്ളതായിരുന്നു. ഒരു സ്കെയില് പോലെ ഓരോ വീക്കിൽ എത്ര പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മന്ത്ലി വരുമ്പോൾ ആ പഠിച്ചതിന് നിങ്ങൾക്ക് എത്ര ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ വന്ന് ലോജിക് അപ്ലൈ ചെയ്ത് ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് ലോജിക് അപ്ലൈ ചെയ്യാനുള്ള ARF വരും. അതിന്റെ JRFന്റെ എക്സാക്ട് സിമിലർ പോലെ വരുന്നു. അപ്പൊ അത് ബേസിക്കലി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൈം അത് എ പാർട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ARFന് വന്നപ്പോൾ അതിന്റെ ടൈമും കൂടി നമുക്ക് അവിടെ ഇതാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ടൈം പോയത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ സി പാർട്ടിന് അധികം വന്നില്ല. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം. അപ്പോഴേക്കും മെന്റർക്ക് കോൾ വരും, മാഡം എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ പോയി എന്താ ചെയ്യേണ്ടത്. പിന്നെ ചിലപ്പോൾ പാതിരാത്രിക്ക് ഇരുന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇത് പോവുകയാണെങ്കിൽ അപ്പോൾ കോൾ വരും. അപ്പോൾ പാതിരാത്രി 2 മണിക്കാണെങ്കിലും എത്ര വട്ടം എനിക്ക് റംനമാമൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് പറഞ്ഞ് എനിക്കപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് അപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഇതാക്കും. അങ്ങനെ അത് എക്സാംസിന്റെ അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന് മുമ്പ് ഞാൻ 6 months കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പായിരുന്നു ഗേറ്റ് എക്സാം വന്നത്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സബ്ജക്ട് പോയിക്കുന്നത് ബയോകെമിസ്ട്രി ആയിരുന്നു. അപ്പൊ ബയോകെമിസ്ട്രിയും പിന്നെ 1-2 സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ബയോകെമിസ്ട്രി ആയിരുന്നു പ്രോപ്പർ ഒരുവിധം ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ജസ്റ്റ് തുടങ്ങുന്ന ഒരു ഫേസിലായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഗേറ്റിന് ഞാൻ അതിൽ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് ക്ലാസ്സിൻ്റെ നോട്ട് ഇങ്ങനെ മറച്ചു നോക്കി പോയി എഴുതിയതാ. ആ സമയത്ത് എക്സാംസ് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, PYQs ഒന്നും ചെയ്തിട്ടില്ല, ഗേറ്റിൻ്റെ മോഡൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ജസ്റ്റ് പോയി എഴുതി ക്വാളിഫൈ ആയി, അതുണ്ടായത്. അപ്പം അതിൻ്റെ ബേസിസിലാണ് പിന്നെ അത് PhD വന്നത്. പിന്നെ ഇപ്പോഴാണല്ലോ ഇത് ക്വാളിഫൈ ചെയ്ത് വന്നത്. അപ്പം അത്രയും എഫക്റ്റീവ് ആയിരുന്നു എന്ന് പറയാനുള്ളതാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും എക്സാം എഴുതിയിട്ട് നമ്മൾ മെയിൻ എക്സാമിന് പോകുമ്പോൾ കുറേ ടെൻഷൻ ഫ്രീ ആണെന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നത്. അതായത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം പിന്നെയും ചെയ്യാൻ പോകുന്ന ഒരു ഫീലാണ്. നോർമൽ ഫീല. എല്ലാവരും ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു. ഞങ്ങളിങ്ങനെ പതുക്കെ ഇപ്പൊ ഇങ്ങനെ ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് വരട്ടെ എക്സാം എഴുതാമെന്നില്ലേ, അങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് പോയി എക്സാം എഴുതി പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി, ഒന്നും ചെയ്യാനില്ല.
അപ്പോൾ അത്ര ഫ്രീ ആയിട്ട് പോയിട്ട് റിലാക്സ്ഡ് ആയിരുന്നു. ഒന്നും സ്ഥിരം ചെയ്യുന്ന കാര്യം വീട്ടിലാണ്, ഇവിടെ വേറെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ ലാപ്ടോപ്പിലും കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് എക്സാക്ട് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യണം, ഇന്നത് ഇതുപോലെ പോകുന്നു, ഇങ്ങനെ എവിടെയാ കൊടുക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ഏതാ, നോട്ട് അറ്റംപ്റ്റ് ചെയ്താന്നൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മളും ആപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി റിവൈസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഇന്ന മാർക്ക് ഉണ്ട്, പിന്നെ ഇത് പോകണം, ഇതാക്കണം. ജസ്റ്റ് ഒരു സെയിം പാറ്റേൺ. പക്ഷെ നമ്മളിപ്പോൾ മറ്റേ PYQ ഇരുന്ന് നമ്മൾ ബുക്കിലോ മറ്റേത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസർ ഉണ്ടാവും, അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരികയും ചെയ്യും. പക്ഷേ ഈ സാധനം ഇപ്പൊ നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്റർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുമ്പോൾ വരുന്ന വ്യത്യാസം ഉണ്ടാവും. ആ സെയിം വ്യത്യാസമായിരുന്നു. അപ്പൊ നമ്മുടെ ലാപ്പിലും അല്ലെങ്കിൽ ഇതിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതും പ്ലസ് അതും. പിന്നെ ഈ റെക്കോർഡ് സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കാരണം ഏത് പോയിന്റിൽ ഇതാക്കിയ സ്റ്റക്കായാലും ഡയറക്റ്റ് ആ പോയിന്റിലേക്ക് നമുക്ക് പോയിട്ട് വീഡിയോ എടുത്ത് സ്പീഡിൽ കഴിച്ചിട്ട് ആ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൂടി ഇതായി റീകളക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവും. പിന്നെ ഇപ്പം മോർണിംഗ് 5 മണിയുടെ മറ്റേ PYQ പറയാതിരിക്കുക, അയ്യോ 5 മണിക്ക് ഇങ്ങനെ കണ്ണ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും, കഴിയുമ്പോൾ അടയ്ക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കോള് വരും, ഇരിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിച്ചിരുന്നത്, അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്നത്, ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്, ഇപ്പൊ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അത് ഒരു ആംഗിളിൽ അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു രസമായിരുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ത്യ റാങ്ക് 78 എത്തിയത്. അപ്പൊ ഇനി അടിപൊളിയായിട്ട് PhD ഒക്കെ ചെയ്ത് ഡോക്ടർ ആവട്ടെ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട്, അതായത് നമ്മളിപ്പോ ഒരുപാട് പേര് ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും. നമ്മള് CSER ഇങ്ങനെ വലിയ സ്വപ്നമായിട്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. അതിൽ പല ആംബിയൻസിലുള്ള ആളും മദേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരോട് മീൻസ് അവരുടെ ഒരു പ്രിപ്പറേഷൻ പോലെ അവരോടുള്ള ഒരു മോട്ടിവേഷനിലായിട്ട് എന്താണ് അനബികയ്ക്ക് പറയാനുള്ളത്? മീൻസ് അവര് എത്രത്തോളം എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നു? അതെ, പലരുടെയും ലെവല് പലതായിരിക്കും. അപ്പോ ആരോട് എന്ത് പറയണം എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോ ഇത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വെച്ചാൽ കംപ്ലീറ്റ് ഫസ്റ്റ് മുതൽ ടച്ചപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് B.Ed ഒക്കെ കഴിഞ്ഞ ഒത്തിരി അങ്ങനത്തെ ഉണ്ടാവും. അല്ല ജസ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. പിന്നെ അതാണെങ്കിലും പല മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട് മറ്റേ ബയോകെമിസ്ട്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്ന ആൾക്കാർ. ഞാൻ സുവോളജി ആയിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എല്ലായിടത്തും ഇച്ചിരി അറിയാം, പക്ഷെ ഒന്നിൻ്റെയും ഫുൾ അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു കംപ്ലീഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ പലർക്കും പലതാ വേണ്ടത്. നേരെ ഇങ്ങോട്ട് വരിക, ബാക്കി വേണം നോക്കിക്കോളൂ, ബാക്കി വേണം നോക്കിക്കോളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യു.